മുക്കോട്ടുതറയിലെ ജസ്ന. അങ്ങനെ പെട്ടെന്നൊന്നും മലയാളികൾ ഈ പേര് മറക്കാൻ ഇടയുണ്ടാവില്ല. അങ്ങനെ ഏകദേശം മറന്നുവോ എന്നൊരു ഘട്ടം എത്തിയപ്പോൾ ഇതാ വീണ്ടും ജസ്നയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിറയുകയാണ്. CBIയുടെ അവസാന റിപ്പോർട്ടും പുറത്തു വരികയാണ്. ചില നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ പുറത്തു വരുമ്പോൾ വീണ്ടും ചർച്ചകളിൽ ജസ്നയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യം ഉയരുകയാണ്. സാധാരണക്കാരായിട്ടുള്ള മലയാളികൾ, പ്രത്യേകിച്ചും വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്ന മലയാളികൾ, നമുക്കൊക്കെ എന്താ തോന്നുന്നത്? സാധാരണ ജസ്നയ്ക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്നായിരിക്കും. CBIയും അതുപോലെ തന്നെ കേരള പോലീസും മാറി മാറി അന്വേഷിച്ചിട്ടും ഒരു തുമ്പും കിട്ടാത്ത ഈ ജസ്നയുടെ തിരോധാനത്തിന് അതിന് പിന്നിൽ ആരാണെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. റിട്ടയർഡ് SP ജോർജ് ജോസഫ് അടക്കമുള്ളവർ പറയുന്നത് ജസ്ന പത്തനംതിട്ടയ്ക്കിടയിൽ എവിടെയോ കാണാതെ പോയി എന്നാണ്. ഈ 3 സ്ഥലങ്ങൾ ജസ്ന കേരളം വിടുകയോ മറ്റൊരിടത്തേക്കും പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ തന്നെ കേരളത്തിനകത്ത് ഇവിടെ വെച്ച് തന്നെ എന്തോ സംഭവിച്ചു എന്നാണ്. എന്തായാലും ജസ്നയുടെ തിരോധാനം വീണ്ടും ചർച്ചകളിൽ ഇടം പിടിക്കാൻ കാരണം ഇതാണ്. എല്ലാ വശവും അന്വേഷിച്ചെന്നും ഇനി അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോയിട്ടും കാര്യമില്ല എന്നുമായിരുന്നു CBIയുടെ നിഗമനം. എന്നാൽ ഇതിനെതിരെ കുടുംബം ഇപ്പോൾ രംഗത്തു വരികയാണ്. 6 വർഷം മുൻപ് കാണാതായ ജസ്നയുടെ കൂടെ കോളേജിൽ പഠിച്ച 5 പേരിലേക്ക് CBI അന്വേഷണം എത്തിയില്ല എന്നും ജസ്നയുടെ അച്ഛൻ തുറന്നു പറയുകയാണ്. ആദ്യമായാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ കുടുംബം നടത്തുന്നത്. അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടി CBI കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ജസ്ന മരിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും തിരോധാനത്തിന് മതതീവ്രവാദ സംഘടനകൾക്ക് ബന്ധമില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിനെതിരെയാണ് അച്ഛന്റെ നിർണായക നീക്കം. 91 രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും CBIയും അടക്കം 3 അന്വേഷണ ഏജൻസികൾ, രാജ്യവ്യാപക പരിശോധനകൾ, സൈബർ ലോകത്തെ അരിച്ചുപറക്കൽ. എന്നിട്ടും ജസ്ന മരിയ ജെയിംസിനെ ഇതുവരെയും ലഭിച്ചിട്ടില്ല. ജസ്നയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നും കേസ് അവസാനിപ്പിക്കുകയാണെന്നും കാണിച്ച് തിരുവനന്തപുരം CBI കോടതിയിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ജസ്നയുടെ കുടുംബം പുതിയ വെളിപ്പെടുത്തൽ കോടതിയിൽ നടത്തുന്നത്. 5 സുഹൃത്തുക്കളിലേക്ക് അന്വേഷണം പോയാൽ സത്യം പുറത്തുവരുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. CBI സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണമെന്നാണ് ജസ്നയുടെ കുടുംബം ആവശ്യപ്പെടുന്നത് എന്ന് സാരം. ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഈ ആരോപണം. ഹർജി കോടതി സ്വീകരിക്കുകയും ചെയ്തു. ഇതിനെതിരെയുള്ള CBIയുടെ ഹർജി സമർപ്പിക്കാൻ 2 ആഴ്ച കൂടി നൽകിയിട്ടുണ്ട്. ഇതോടെ ഹർജിയിലെ വാദവും കോടതിയുടെ നിലപാടും നിർണായകമാകും. പുലിക്കുന്നിനും മുണ്ടക്കയത്തിനും ഇടയ്ക്കാണ് ജസ്നയെ കാണാതായതെങ്കിലും ഈ സ്ഥലങ്ങളിൽ CBI പരിശോധന നടന്നിട്ടില്ല. കൂടെ ഡിഗ്രിക്ക് പഠിച്ച സുഹൃത്ത് ജസ്നയെ പറ്റിച്ചതായി സംശയവുമുണ്ട്. ജസ്നയ്ക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. കോളേജിന് പുറത്തുള്ള NSS ക്യാമ്പുകൾക്ക് പോയത് അന്വേഷിച്ചിട്ടേയില്ല. അന്വേഷണം പരാജയമാണെന്നും ഹർജിയിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട് കുടുംബം. അതീവ ഗൗരവ സ്വഭാവമുള്ള ആക്ഷേപമാണ് അച്ഛൻ ഉയർത്തിയിട്ടുള്ളത്. കേരള പോലീസിനെ വെട്ടിലാക്കി CBIയുടെ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നിലവിൽ നിരവധി നിമിഷങ്ങൾ, സുപ്രധാന നിമിഷങ്ങൾ പോലീസ് നഷ്ടപ്പെടുത്തി എന്ന് കൂടി വരികയാണ്. കാണാതാകുന്ന കേസുകളിലെ ആദ്യത്തെ 48 മണിക്കൂർ നിർണായകമാക്കുന്ന ലോക്കൽ പോലീസ് ഇതിന് മുൻഗണന നൽകിയില്ല എന്നുമാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ജസ്ന എവിടെയാണെന്ന് പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ CBIക്കോ അറിയില്ല എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ജസ്ന മതം മാറിയേക്കാം എന്ന അനുമാനത്തെ തുടർന്ന് നേരത്തെ തന്നെ മതം മാറിയ ഹാദിയയുമായി CBI ഉദ്യോഗസ്ഥർ സംസാരിച്ചു. പിന്നീട് പാലക്കാട് കാണാതാവുകയും കാമുകന്റെ വീട്ടിൽ 10 വർഷം ഒളിവിൽ കഴിയുകയും ചെയ്ത സജിതയുടെ കേസും CBI പരിശോധിക്കുകയും താരതമ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇരു കേസുകളുമായും ജസ്ന തിരോധാനത്തിന് സാമ്യതയില്ല എന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നത്. കേരള പോലീസിന്റെ കണ്ടെത്തലുകളും CBIയുടേതിന് സമാനമായിരുന്നു. 2018 മാർച്ച് 22-നാണ് ജസ്നയെ കാണാനില്ല എന്നും പിതാവ് പോലീസിൽ പരാതി നൽകിയത്.